അല്ല, പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ എന്താ ഈ വഴിക്ക്? സമയം കിട്ടുമ്പോഴല്ലേ വരാനൊക്കൂ. ആ, ഏതായാലും ഇപ്പോഴെങ്കിലും സമയം കിട്ടിയല്ലോ, സന്തോഷം. വരൂ വരൂ, അകത്തോട്ട് പോ. വാ മോളെ. ആ, ഇരിക്കും. നിങ്ങൾ സംസാരിച്ചിരിക്കെ, മോള് വാ. എടുത്തടിച്ച പോലെ പ്രസാദ് അങ്ങനെ ഒരു മറുപടി പറഞ്ഞപ്പോ ഞങ്ങൾക്ക് വിഷമം തോന്നി. കല്യാണം കഴിഞ്ഞാൽ വിരുന്നുപോക്കും വരവും ഒക്കെ എല്ലായിടത്തും പതിവുള്ളതാണല്ലോ. എന്നിട്ടും പ്രസാദ് അങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങളോട് എന്തോ ഒരു അടുപ്പ കുറവുള്ളതുപോലെ തോന്നി. ആർക്കായാലും തോന്നില്ലേ? നീ പറ. പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിച്ചാവില്ല പ്രസാദേട്ടൻ പറഞ്ഞത്. എന്നാലും ഒന്നും ഉദ്ദേശിച്ചല്ലെങ്കിലും അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ദൂരെ കൂടെ പോകുന്ന ബന്ധമേ ഉള്ളെങ്കിൽ പോട്ടെ, സാരമില്ലെന്ന് വയ്ക്കാം. ഇതങ്ങനെയാണോ മോളെ? ഞാൻ നിന്റെ സ്വന്തം അമ്മായിയല്ലേ. വേറെ ആരെ മറന്നാലും കൃഷ്ണമാവനെ മറക്കാമോ നിങ്ങള്? മറക്കേ? അമ്മായി എന്തായി പറയുന്നേ? അത്ര വരെയൊക്കെ ആലോചിച്ചു പോകേണ്ട കാര്യമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. കൃഷ്ണമാമനോട് അറിഞ്ഞോണ്ടല്ലെങ്കിലും അങ്ങനെയൊക്കെ സംസാരിച്ചതിന് പ്രായശ്ചിത്വമായിട്ടാ പ്രസാദേട്ടൻ ഇപ്പൊ വന്നിരിക്കുന്നത്. ഞാൻ നിർബന്ധിക്കാതെ തന്നെയാ വന്നിരിക്കുന്നേ. അത് നന്നായി മോളെ. ഇല്ലെങ്കിൽ പിന്നെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് അതങ്ങനെ തന്നെ കിടക്കും. ഇപ്പൊ സന്തോഷായില്ലേ? ആട്ടെ, എങ്ങനെയുണ്ട് നിന്റെ അമ്മായിയമ്മ? മോനെ പോലെ ഗൗരവക്കാരിയാണോ? ഗൗരവോ? പ്രസാദേട്ടന്റെ അമ്മ വെറും പാവ. എന്നെ സ്വന്തം മോളെ പോലെയാ കാണുന്നത്. അല്ലെങ്കിലും നിനക്ക് നല്ലതേ വരൂ. നിന്റെ മനസ്സിന്റെ നന്മയാ അത്. കല്യാണം കഴിഞ്ഞൊരു പെണ്ണിന്റെ സുഖവും ദുഃഖവും ഇരിക്കുന്നത് അവളുടെ ഭർത്താവിന്റെ കയ്യിലല്ല, അമ്മായിയമ്മയുടെ കയ്യിലാ. അമ്മായിയമ്മ ഇടഞ്ഞോ, തീർന്നു ആ പെണ്ണിന്റെ ജീവിതം. അക്കാര്യത്തിൽ ദൈവം നിന്നെ അനുഗ്രഹിച്ചല്ലോ, അത് മതി. ആ, കഥയെഴുത്തൊക്കെ ഇപ്പോഴും ഉണ്ടോ? എഴുതാണ്ടിരിക്കരുത് കേട്ടോ. എഴുതാൻ കഥയ്ക്ക് വിഷയമൊന്നും കിട്ടിയില്ലെങ്കിൽ എന്റെ അടുത്ത് വന്നാ മതി, ഞാൻ പറഞ്ഞുതരാം. അമ്മായിയമ്മ പോര് തന്നെ. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ 3-3.5 വർഷം കൃഷ്ണേട്ടന്റെ അമ്മ എന്നോടെടുത്ത പോരിന്റെ കഥ. കഥയായിട്ട് എഴുതിയ ജോറായിരിക്കും, ആരും കരഞ്ഞു പോവും. ആ, പ്രസാദിന് ഓറഞ്ച് ജ്യൂസ് ഇഷ്ടമാണല്ലോ. അതെ, അത് അറിവില്ലായ്മയുടെ പ്രശ്നമാണ്. പ്രസാദ് ഈ പറയുന്ന അറിവുണ്ടല്ലോ, അതിന്റെ ശരിയായ അർത്ഥം എന്താണ്? അല്ല, എന്റെ അറിവില്ലായ്മ കൊണ്ട് ചോദിക്കാന്ന് വെച്ചോ. കാരണം ഞാൻ 10 വരെ പഠിച്ചിട്ടുള്ളൂ. പ്രസാദ് ആണെങ്കിൽ ഒരുപാട് പഠിച്ചവനും എഞ്ചിനീയറൊക്കെ ആണല്ലോ. ഒന്ന് പറഞ്ഞു തന്നാട്ടെ, എന്തോന്നാ ഈ അറിവ്? അത് പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നതാണോ അതോ കുറെ ഡിഗ്രി എടുത്താൽ കിട്ടുന്നതാണോ? എന്നാണ് വിവരമുള്ളവർ പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാ പുസ്തകത്തിൽ അടിച്ചു വെച്ചത് കാണാപ്പാടം പഠിച്ചവന് മാത്രമേ ഈ ലോകത്ത് വിവരമുള്ളൂന്ന്. ബാക്കിയുള്ളവരൊക്കെ വിവരദോഷികള്, മണ്ടന്മാര്. ആട്ടെ, ഈ വിവരത്തിനകത്ത് എന്തൊക്കെ വിവരങ്ങൾ വരും? ജീവിക്കാൻ ആവശ്യമുള്ളതൊക്കെ വരുമോ? ഇതൊരു ചർച്ചയാക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. അതിനല്ല ഞങ്ങളിപ്പോൾ കൊണ്ടുവന്നത്. ചർച്ച എനിക്കും തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. അതൊക്കെ പ്രസാദിനെ പോലുള്ള വെള്ളക്കോളർകാർക്ക് മാത്രം ഇണങ്ങുന്ന കാര്യങ്ങളാ. അതെ, ഈ വെള്ളക്കോളർ എന്ന ഉദ്യോഗസ്ഥന്മാരെ പൊതുജനം പൊതുവെ പരിഹസിക്കുന്നത് ഒരു ഫാഷനാക്കിയിട്ടുണ്ട്. കട്ടിട്ടോ പിടിച്ചു പറിച്ചിട്ടോ അല്ല ഈ വെള്ളക്കോളർ സമ്പാദിച്ചതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കഷ്ടപ്പെട്ട് ഉറക്കം വിളിച്ച് പഠിച്ചിട്ട് തന്നെയാ ഞങ്ങൾ ഈ പൊസിഷനൊക്കെ നേടിയെടുത്ത്. ഇന്ന് എനിക്ക് മാന്യമായൊരു ജോലി ഉണ്ടെങ്കിൽ, ഞാൻ 24 മണിക്കൂറും ബിസിയാണെങ്കിൽ അതെന്റെ ഹാർഡ് വർക്കിന്റെ ഫലമാണ്. അല്ല ചുമ്മാ ബിസി എന്ന് പറഞ്ഞ് നടക്കില്ല. എക്സ്ക്യൂസ് മീ. ഹലോ. I have already received your message. When will you come back from Bangalore? I'll be here. Yes. Okay. I need just 3 days. Yes. That will do. The plan will be ready on Friday. Thank you. Bye.
ഇംഗ്ലീഷ് പറയുന്ന ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ലല്ലോ ബിസി. ബിസിനസ്സുകാർക്കെന്താ ബിസി ഇല്ലേ? അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലെങ്കിലും അത് തന്നെയാ സത്യം. ഇന്ന് തന്നെ ഈ നേരത്ത് ഞാൻ എവിടെ ഇരിക്കേണ്ടെന്നറിയാമോ? കോയമ്പത്തൂര്. ലക്ഷങ്ങളുടെ കച്ചവടത്തിന്റെ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടാ ഞാനിവിടെ ഇരിക്കുന്നത്. എന്തിനാ? നിങ്ങൾ വരുമ്പോൾ ഇവിടുന്ന് മാറി നിൽക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ടാ. എന്നെ സംബന്ധിച്ച് ഇതാ എൻ്റെ വിവരം. ഈ വിവരം ഒരു പുസ്തകത്തിൽ നിന്നോ ഒരു കോളേജിൽ നിന്നോ എനിക്ക് കിട്ടിയതല്ല. ജീവിതത്തിൽ നിന്ന്, അനുഭവങ്ങളിൽ നിന്ന് നേരിട്ട് കിട്ടിയതാ. നിങ്ങൾ വെള്ള കോളറുകാർക്ക് കിട്ടാതെ പോകുന്നതും ഈ വിവരമാണ്. യെസ് ജെയിംസ്, വാട്ട്സ് ദ മാറ്റർ? സൈറ്റിലോ? എന്നിട്ട് ആ കോൺട്രാക്ടർ എന്താ പറയുന്നത്? നോ നോ നോ, നത്തിങ് ഡൂയിങ്. യു ഹാൻഡിൽ ദ മാറ്റർ. ആ ഞാൻ വരാം, ഇപ്പൊ തന്നെ. പ്രസാദ് പോവുകയാണോ? അതെ, ഫോൺ വന്ന് കേട്ടില്ലേ? സൈറ്റിലെത്തേണ്ട കാര്യമുണ്ട്. ബിസിയാണെന്ന് വെറുതെ പറയുന്നതല്ലാന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. അതെന്ത് മര്യാദയാ പ്രസാദ്? വന്ന് കേറിയതല്ലേ ഉള്ളൂ, അപ്പൊ തന്നെ എന്താ? പ്രസാദ് പോവുകയാണെന്ന്. അയ്യോ, അതെന്താ? സൈറ്റിൽ ഉടനെ ചെല്ലണമെന്ന് ഫോൺ വന്നു. അവിടെ വർക്ക് നടക്കുന്നിടത്ത് ചെറിയൊരു ഇഷ്യൂ. ഞാൻ ചെന്നേ പറ്റൂ. എന്നാലും ഒന്നും ഇരിക്കാതെ, ഇത്തിരി വെള്ളം പോലും കുടിക്കാതെ, അതെന്തൊരു പോക്കാ. സുമിത്രേ, നീ ഒന്ന് പറയും നോക്കിയിരിക്കാതെ. പ്രസാദേട്ടാ, കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരെ? തനിക്ക് എന്റെ ജോലിയുടെ സ്വഭാവം അറിഞ്ഞൂടെ? എന്നിട്ടാണ് ഈ അനാവശ്യ ചോദ്യം. കാര്യമില്ലാതെ ഞാൻ പോണെന്ന് പറയോ? ആ നിർബന്ധമാണെങ്കിൽ താനിവിടെ നിന്നോ. ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ കൊണ്ടേക്കോളാം. എന്താ? അതെന്തിനാ പ്രസാദ് അത്രയേറെ ബുദ്ധിമുട്ടുന്നത്? അത് വേണ്ട, സുമിത്രയും കൂടെ പോന്നോട്ടെ. എന്നാലും ഒരെന്നാലും ഇല്ല. പ്രസാദ് ഒരുപാട് ബിസിയുള്ള ആളാ. ഇത്ര നേരമെങ്കിലും ഇവിടെ ഇരുന്നത് നമ്മുടെ ഭാഗ്യമാ. സുമിത്രേ, താൻ വരുന്നുണ്ടോ അത് നിൽക്കുന്നോ? എനിക്ക് സൈറ്റിലെത്തിയിട്ട് അത്യാവശ്യമുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പറഞ്ഞ് തെറ്റിയോ? അവനോട് ഏത് ദേവേന്ദ്രനും തെറ്റും. അത്രയ്ക്ക് അഹങ്കാരി അവൻ. കോയമ്പത്തൂർ ഇരിക്കേണ്ട ഞാൻ ഇവനൊക്കെ വേണ്ടിയിട്ട് ഛേ